ഇസ്രായേലിൻ്റെ പ്രതിരോധ സിസ്റ്റങ്ങൾ പൂർണ്ണമായി പരാജയമാണെന്ന് റിപ്പോർട്ട്. യമൻ ഇസ്രായേലിനെ ആക്രമിച്ചതോടനുബന്ധിച്ചാണ് ഈ നിലപാടിലേക്ക് ഏറെക്കുറെ സർക്കാരിൻ്റെ പ്രതിനിധികളും അതോടൊപ്പം തന്നെ സൈനികരും എത്തിയിരിക്കുന്നത്. ആരോ ഡിഫൻസ് സിസ്റ്റവും അതോടൊപ്പം തന്നെ താഡ് സിസ്റ്റവുമാണ് എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ സജീവമായിരിക്കുന്നത്. എന്നാൽ ഈ രണ്ട് സിസ്റ്റവും പരാജയപ്പെട്ടാണ് യമൻ്റെ ഹൈപ്പർസോണിക് മിസൈൽ ഇസ്രായേൽ പതിക്കുകയും അത് അന്താരാഷ്ട്ര ടെർമിനലായിരിക്കുന്ന ബെൻഗൂരിയൻ എയർപോർട്ടിൻ്റെ ഭാഗത്ത് വലിയ രീതിയിലുള്ള ഗർത്തങ്ങളും തീപിടുത്തങ്ങളും നാശനഷ്ടങ്ങളും ഉണ്ടായ റിപ്പോർട്ട് പുറത്തു വന്നത്. അതോടൊപ്പം അന്താരാഷ്ട്ര സർവീസുകളൊക്കെ റദ്ദാക്കി എന്ന് പറഞ്ഞതോടുകൂടി ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുറിപ്പാടായിട്ട് അത് മാറുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ആ രാജ്യം തന്നെ ഞെട്ടിത്തരിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. 3-ലധികം പ്രാവശ്യം ഈ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് യമൻ്റെ ഭാഗത്ത് ആക്രമണം നടന്നിട്ടുണ്ടെങ്കിലും ഏറെക്കുറെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുകയും അതോടൊപ്പം തന്നെ നാശനഷ്ടങ്ങൾ ഒഴിവാക്കാനും വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഘട്ടത്തിൽ അതൊന്നും സാധിച്ചിട്ടില്ല. എല്ലാ പ്രതിരോധ സംവിധാനത്തെയും തകർത്തുകൊണ്ടാണ് ഈ പറയപ്പെട്ട മിസൈൽ, ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈൽ ഈ രാജ്യത്ത് പതിച്ചത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ മുറിവാണ് പറ്റിയത് എന്നാണ് ലോക മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നത്.